ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അതായത് കുഞ്ഞുവാവേൻ്റെ ഫസ്റ്റ് വിഷുവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കാണിച്ചു സനുവിനെ. പിന്നെ കുഞ്ഞുവാവേനെ എണീപ്പിച്ചപ്പോഴത്തേക്കും കുറച്ച് രാവിലെ ആയിട്ടുണ്ടായിരുന്നു. നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ. പിന്നെ കണിയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കരയൊന്നും ചെയ്തില്ല. അപ്പോൾ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. ഇതെന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നതെന്നൊക്കെയുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു എന്ന് തോന്നുന്നു അവൻ്റെ മുഖഭാവം കണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചാച്ചുവിനെ വിളിക്കാൻ വേണ്ടി, ചാച്ചു ചിലപ്പം കരയൊക്കെ ചെയ്യും. അപ്പം അവളൊരു മൂഡ് സ്വിങ്സ് അതൊക്കെ അനുസരിച്ചിട്ട് വേണം അവളെ എണീപ്പിക്കാമെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ സമയം കൊടുത്തു. കുറച്ചും കൂടെ കഴിഞ്ഞ് എണീപ്പിച്ചു. പിന്നെ കണിയൊക്കെ കാണിച്ചതിന് ശേഷം രണ്ടുപേരെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവരിങ്ങനെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുവാവേൻ്റെയും ചാച്ചുവിൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കുഞ്ഞുവാവ നിൽക്കുമൊന്നുമില്ല. അവനിങ്ങനെ മുട്ടിലഴിഞ്ഞ് പോകാൻ വേണ്ടി ഭയങ്കര ഇതാണ് ഇപ്പോൾ, ആ ഒരു ഇതാണ്. അപ്പം എവിടെയെങ്കിലും ഇരുത്തിക്കഴിഞ്ഞാൽ ആളപ്പം മുട്ടിൽ പോയിക്കോളും. അപ്പം ഞങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാരണം ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു വെക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുവാവൻ്റെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ അവൻ ചോറൊക്കെ കൊടുത്ത്. പക്ഷെ അവനൊന്നും കഴിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കുട്ടികൾ നിൽക്കില്ലല്ലോ. അപ്പോൾ അവന് കൊടുത്തു എന്നേ ഉള്ളൂ. അവൻ കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് അവൻ പോയി. പിന്നെ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചു. അമ്മ ഓടി റോഷിന്റെ കിടയിലും ബക്കറ്റ് എടുത്തെടുക്ക്. കിട കവുങ്ങ് പോയി പോടാ അച്ഛ വേഗം പോച്ച. ഇങ്ങനെ മേലോട്ടേക്ക് വെച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് കത്തുന്ന എന്റെ മുല്ല. തമാശയല്ല, അതിനൊരു വാഴക്കൊല ഉണ്ടായിനും തോന്നുന്നത്. എന്തായി നമ്മളെ കൊല താഴെയെല്ലാം തീണ്ട്. നിങ്ങൾ തമാശയല്ലട്ടാ, മൊത്തം വീട് എത്തും. എല്ലാരും കൂട്ടം തന്നെ വേണമെന്ന് പറഞ്ഞാലും കേട്ടാ. നല്ല ഉച്ച സമയല്ലേ, വേഗം. എടാ പിന്നെയും കത്തുന്നുണ്ടാ, ഇനിയും കത്തുന്നുണ്ട്. അയ്യോ എന്റെ വാഴ. അച്ഛനാ ഫസ്റ്റ് തുടങ്ങിയ പടക്കം പൊട്ടിക്കാ. പടക്കം പൊട്ടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കസിൻസൊക്കെ വന്നു. സാധാരണ എപ്പോഴും ഓണത്തിനും വിഷുവിനൊക്കെ കസിൻസ് എല്ലാം വീട്ടിൽ വരും. ഞങ്ങൾ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവന് ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾക്ക് ഗെയിമൊന്നും കളിക്കാനോ അങ്ങനെയുള്ള മൂഡൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതിൽ ശ്രേയനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മിക്ക വീഡിയോസിലും ശ്രേയനെ കാണാറുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ മേമേൻ്റെ മോളാണ് കേട്ടോ. തലശ്ശേരിയാണ് അവൾ. റിയ എന്നാണ് പേര്. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ ഓണത്തിനും വിഷുവിനും ഒക്കെ അവർ തറവാട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം തറവാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടത്തേക്ക് വീട്ടിലേക്കും കൂടെ വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചാച്ചുവിനെ കൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. മോനോസ് വൈബ്സ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര്. അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ജിമിക്കി പൊണ്ണ്. ഞങ്ങൾ അമ്മേന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്, എടക്കാട്ടേക്ക്. ഇതാ ചാച്ചും എല്ലാരും ഉണ്ട് ഇവിടെ. അവിടെ നിക്കണം. പോവാ. നിങ്ങൾ വിളിച്ചു കളിക്കുന്നതിന് ആരും കാണുന്നില്ല.
ചാച്ചു മാത്രമേ കാണാനുള്ളൂ. ചാച്ചു എന്നാ എന്തിനാണ് ഇനി 10 റൗണ്ട് എണ്ണിക്കോട്ടെ. എല്ലാരും പോകുന്ന തലശ്ശേരിയാന്നേ മേമേന്റെ വീട്. അപ്പൊ മേമയും മോളും പ്രദീപാപ്പനും എല്ലാരും പോകുന്ന. ബാക്കി എല്ലാരും യാത്ര കേൾക്കാൻ പോകുന്ന. കുറേ നേരം കളിക്കുമല്ലോ ചെയ്തു. എനിക്ക് അത് കഴിഞ്ഞിട്ടാവും ഇപ്പൊ പോകുന്നു. കുറേ വൈകുന്നേരമായി. അപ്പൊ അവർക്ക് അവിടെ എത്താൻ ലേറ്റ് ആവും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ ബൈ. വരണേട്ടാ. റിയ അടുത്ത മാസം ഇവിടെ നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത മാസം വരുമായിരിക്കും. പിന്നെ കുറച്ച് നേരം അവിടെ വന്നതിന് ശേഷം ഞങ്ങളും തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.